ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ആബ്സ് ആൻഡ് തൈസിനുള്ള വർക്കൗട്ട്സ് ആണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇതുവരെ സ്റ്റാൻഡിങ് വർക്കൗട്ട്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ലൈ ഡൗൺ എക്സസൈസുകളാണ്. നമ്മൾ കിടന്നിട്ടുള്ള വർക്കൗട്ട്സ് ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കമാ. വളരെ ഈസി ആയിട്ടുള്ള ഒരു 8 എക്സസൈസുകളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മളിതുപോലെ നമ്മുടെ 2 കൈകൾ തലയുടെ പുറകിലായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. നമ്മുടെ കാൽമുട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ 2 കാൽമുട്ടുകൾ നമ്മുടെ ചെസ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിക്കാം. ഇതൊരു 10 അല്ലെങ്കിൽ 15 തവണ പ്രാക്ടീസ് ചെയ്യുക. ശേഷം റിലാക്സ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒന്നുകൂടി നമ്മുടെ 2 കാലുകൾ ഇതുപോലെ ഉയർത്താൻ, നീ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യിക്കുക. ശേഷം നമ്മുടെ കാലുകളുടെ വിരലുകൾ മാത്രം ജസ്റ്റ് തറയിൽ ടച്ച് ചെയ്യുക. കാല് ഫുള്ളായിട്ട് ടച്ച് ചെയ്യേണ്ട, ജസ്റ്റ് കാലുകളുടെ വിരലുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഇതും ഒരു 10-15 തവണ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സെയിം നമ്മുടെ കാലുകൾ ഒന്നുകൂടി ഉയർത്തുക, ജസ്റ്റ് ഒന്ന് നീ ബെൻഡ് ചെയ്യുക. ശേഷം നമ്മുടെ കാലുകൾ ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് 2 കാലുകളും ഫ്രണ്ടിലോട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. ഇതും ഒരു 10 അല്ലെങ്കിൽ 15 കൗണ്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കാലുകൾ രണ്ടും ഒരുപോലെ മടക്കുക. നമ്മുടെ നേരത്തെ ഓരോ കാലുകളാണ് തറയിലോട്ട് മടക്കി ടച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ 2 കാലും ഒരുമിച്ചാണ് തറയിലോട്ട് ടച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ കാൽപാദങ്ങൾ ഫുള്ളായിട്ട് ടച്ച് ചെയ്യണം. ജസ്റ്റ് കാലിൻ്റെ വിരലുകൾ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ 2 കാലുകളും ബട്ടക്സിനടുത്തേക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ശേഷം നമ്മുടെ ബട്ടക്സ്, നമ്മുടെ വയറ്, ചെസ്റ്റ് ഇവ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കാലുകൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് അപ്പ് ചെയ്യാം. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ബട്ടക്സും വയറും ചെസ്റ്റും മാക്സിമം അപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാൽമുട്ടും ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കാനും ശ്രദ്ധിക്കുക. ഇത് ഒരു 10 അല്ലെങ്കിൽ 15 കൗണ്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ 2 കൈകളും തറയിൽ പൂർണ്ണമായിട്ടും റിലാക്സ് ആക്കി വെക്കുക കേട്ടോ. ശേഷം റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ 4 ആംസ് രണ്ടും തറയിൽ ടച്ച് ചെയ്യിക്കാം. ശേഷം നമ്മുടെ കാൽമുട്ടുകൾ ബെൻഡ് ചെയ്യുക. കാൽമുട്ടുകൾ രണ്ടും ചെസ്റ്റിലോട്ട് മൂവ് ചെയ്യുക. ശേഷം ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ 2 കാൽമുട്ടുകൾ മാക്സിമം സ്ട്രെയിറ്റ് ആക്കുക. ചെസ്റ്റിലോട്ട് മൂവ് ചെയ്യുക, ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതും ഒരു 10 അല്ലെങ്കിൽ 15 കൗണ്ട്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ശേഷം റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ 2 കൈകളും നമ്മുടെ തലയുടെ പുറകിലായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ശേഷം നമ്മുടെ 2 കാൽമുട്ടുകൾ ബെൻഡ് ചെയ്യിക്കുക. ഇനി പതിയെ 2 വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. 2 കാലുകളും ഒരുമിച്ച് ഒരേ വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതുപോലെ 2 വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. കൈകൾ മാക്സിമം തലയുടെ പുറകിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. കാലുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഇത് ഒരു 10 അല്ലെങ്കിൽ 15 തവണ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം റിലാക്സ് ചെയ്യുക.
നമ്മൾ അവസാനത്തെ വർക്കൗട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് 2 കാൽമുട്ടുകൾ ബെൻഡ് ചെയ്യിക്കുക. ശേഷം നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ ചെസ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. റിലീസ് ചെയ്തുകൊണ്ട് 2 കാലിൻ്റെ വിരലുകൾ കൊണ്ട് തറയിൽ ടച്ച് ചെയ്യുക. ചെസ്റ്റിലോട്ട് പ്രസ് ചെയ്യുക. ശേഷം കാലുകളുടെ വിരലുകൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് തറയിൽ ടച്ച് ചെയ്യിക്കുക. ഇതും ഒരു 10 അല്ലെങ്കിൽ 15 തവണ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. വളരെ ഈസി ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ കൂടുതലും ബെല്ലി ആൻഡ് തൈസിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഡെലിവറി, അതായത് 3 to 6 മന്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള എല്ലാവർക്കും നമുക്ക് ഈ ഒരു വർക്കൗട്ടുകൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വർക്കൗട്ട് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹെൽത്തിയായി ഹാപ്പി ആയിരിക്കുക. ബൈ ബൈ.